ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2288. ഏപ്രിൽ മാസം 6-ാം തീയതി 96-ാമത്തെ ദിവസത്തിലെത്തി. ഉയർപ്പ് പെരുന്നാളിനെ തുടർന്നുള്ള ആദ്യ ദിനമാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഈ ആഴ്ചയിലെ മുഴുവൻ ദിനങ്ങളെയും ഹേവോറോ ദിനങ്ങളെന്നാണ് വിളിക്കുക. പ്രകാശത്തിന്റെ ദിനങ്ങളാണ്. ഉയർപ്പിന്റെ പ്രകാശത്തിലും സമാധാനത്തിലും ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞും അറിയാതെ എത്തിപ്പെട്ട വായിച്ചുപോയ സുവിശേഷ ഭാഗത്തിനകത്ത് ഒരു വചനം വല്ലാതെ ഉള്ളിലേക്ക് കൊളുത്തിപ്പിടിക്കുന്നുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 48-ാമത്തെ വചനമാണ്. യേശുവിന്റെ മരണശേഷം ഉടൻ അവിടെ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കാഴ്ച കാണാനായിട്ട് ഓടിക്കൂടിയ ആൾക്കൂട്ടം, ജനക്കൂട്ടം പതിയെ മാറത്തടിച്ച് നിലവിളിച്ച് മടങ്ങിപ്പോയ ഒരു കൂട്ടരെ കുറിച്ചാണ്. യേശുവിന്റെ മരണം സംഭവിച്ചതോടുകൂടി മടങ്ങിപ്പോയ ഒരു കൂട്ടം മനുഷ്യർ. യേശുവിന്റെ ഉയർപ്പിന്റെ സദ്വാർത്ത മണിക്കൂറുകൾ കഴിയുമ്പോൾ അവരെ തേടിയെത്തിയിട്ടുണ്ടാവും. അവർക്ക് എന്താവും തോന്നിയിട്ടുണ്ടാവുക? അവരിങ്ങനെ മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടൊക്കെയാണ് മടങ്ങിപ്പോയത്. പക്ഷേ അവരുടെ ജീവിതത്തെ ഒന്ന് പിടിച്ചു കുലുക്കിയില്ല യേശുവിന്റെ പീഡാനുഭവവും മരണവുമൊന്നും. കാരണം അവർ കാഴ്ച കാണാൻ വേണ്ടി മാത്രം ഓടിക്കൂടിയവരാണ്. കാഴ്ച കണ്ടു തീർന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ട നേരം അവർ മടങ്ങിപ്പോയി. മിക്കവാറും എൻ്റെ ജീവിതത്തിലും ആരാധനയും പ്രാർത്ഥനയും പോലും ഒരു പരിധിവരെ കാഴ്ചയുടെ ഒരു ഭാഗമാണോ? ആ കാഴ്ച കാണാനും നടത്താനും സംബന്ധിപ്പാനും ഒക്കെ ആയിട്ടാണോ ഞാനും എത്തുന്നത്? പ്രകാശത്തിന്റെ ദിനങ്ങളിൽ എന്തുമാത്രം യേശു വെളിച്ചം അകത്ത് സംഭരിച്ചിട്ടുണ്ടെന്ന്, സ്വരൂപിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ബോധപൂർവം ഓർത്തെടുക്കേണ്ടതാ, കണ്ടെത്തേണ്ടതാ, പരിശോധിച്ച് അറിയേണ്ടതാണ്. ഈ പ്രകാശത്തിന്റെ അഭാവം എൻ്റെ ജീവിതത്തെ എന്തുമാത്രമാവാം ഇനി മാറ്റു കുറയ്ക്കാൻ പോകുന്നത്? എൻ്റെ ജീവിതത്തെ എന്തുമാത്രമാണ് അത് ഇരുള് പിടിപ്പിക്കാൻ പോകുന്നത്? വൈകിട്ടൊന്നുമില്ല, കുറെ കൂടി ആ വെളിച്ചം ഉള്ളിലെത്താനായിട്ട്, വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാഴ്ച കാണുക എന്നുള്ള ആ ഒരു പുറംപണി ഒഴിവാക്കുക, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മളും എത്തിച്ചേരുക. അതെ, ക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. ആമേൻ.